അമ്മേ, രാവിലെ എന്താ കഴിക്കാൻ? ഇന്ന് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാമല്ലോ. ആലു പൊറോട്ടയോ? ഇന്നെന്തായാലും കോളായി. നിനക്കിഷ്ടമല്ലേ ആലു പൊറോട്ട? അമ്മേ, തണുത്ത കാലത്ത് എന്നും രാവിലെ പൊറോട്ട ഉണ്ടാക്കിയാൽ മതി. അതാ നല്ലത്. പറ, നിനക്ക് എന്തൊക്കെ പൊറോട്ടയാ ഇഷ്ടം? ഉരുളക്കിഴങ്ങ്, ഗോപി, പിന്നെ ഒരു ദിവസം അമ്മ വെള്ള നിറത്തിലൊന്നും ഉണ്ടാക്കിയില്ലേ? വെള്ള നിറത്തിലേതാ കുഞ്ഞാ? അതെ, പനീറിന്റെ. ഇത് 2 സഹോദരന്മാരുടെ കഥയാണ്. ഹരീഷിന്റെയും അനിയൻ സതീഷിന്റെയും. മാതാപിതാക്കളോടൊപ്പം ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ അച്ഛൻ വലിയ കർഷകനാണ്. അയാൾക്കൊരുപാട് നിലവുമുണ്ട്. എന്നാൽ ഒരു ദിവസം ഈ നിലം ആ 2 സഹോദരന്മാർക്കിടയിൽ ഒരുപാട് വഴക്കും ഉണ്ടാക്കി. അയ്യോ, ഇതെങ്കിലും പറയൂ ഹരീഷ്, പൊറോട്ട എങ്ങനുണ്ട്? നീ വെറുതെ കഴിച്ചിട്ട് പോവുകയോ? കൊള്ളാം. എന്താ ഇത്? എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സ് വേറെ എവിടെയോ. എന്താ ചിന്തിക്കുന്നത്? നീ എന്തിനാ എപ്പോഴും ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ? അമ്മേ, ഞാൻ അവസാനമായിട്ട് പറയുക, അടുത്തൂടെ വഴിയുള്ള സ്ഥലം എനിക്ക് വേണം. നിങ്ങൾ പറയുന്നത് അത് ചേട്ടനുള്ളതാണെന്നാ. അയ്യോ, അതിനു പകരം നിനക്കാ വലിയ നിലം ഞങ്ങൾ തരുന്നില്ലേ? പോട്ടമ്മേ, കുഞ്ഞിന് വഴിയുള്ള സ്ഥലമാണ് വേണ്ടതെങ്കിൽ അവനത് കൊടുത്തു. നിനക്ക് എന്തുണ്ട് പിന്നെ? എനിക്ക് സ്ഥലത്തിലൊന്നും ഒരു അത്യാഗ്രഹവുമില്ലമ്മേ. അത്യാഗ്രഹമെന്നൊന്നും പറയണ്ട. ഞാൻ എനിക്ക് വേണ്ടത് ചോദിച്ചു. അച്ഛൻ പോയതിനു ശേഷം ചേട്ടനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാത്തിൻ്റെ ഉടമ ചേട്ടനാവണമെന്നല്ല. എന്ത് വർത്തമാനമാ സതീഷ്? കഴിക്കുന്നതെല്ലാം പകുതി പകുതി എന്നതുപോലെയാണ് നീ പറയുന്നത്. ഞാൻ എന്നുവരെ ജീവനോടുണ്ടോ, ഞാൻ മരിക്കുന്നതുവരെ ഈ വീട്ടിൽ വേർതിരിവൊന്നും വേണ്ട. അമ്മേ. സതീഷിന്റെ കൺമുൻപിൽ തന്റെ കുട്ടിക്കാലം ഒറ്റ നിമിഷത്തിൽ വന്നുപോയി. അവനാ വഴിയോരത്തുള്ള പാടം കിട്ടി. എന്നാൽ തന്റെ ജ്യേഷ്ഠന്റെ സ്നേഹം നഷ്ടമായി. ഉടനെ നടന്ന് ഹരീഷ് വെളിയിലേക്ക് വന്നു. അതൊരു തണുത്ത പ്രഭാതമായിരുന്നു. ഹരീഷ് സതീഷിനെ കണ്ടു. 2 സെക്കൻഡ് അവർ തമ്മിൽ നോക്കി ഒന്നും മിണ്ടാതെ നടന്നുപോയി. സതീഷും ഹരീഷിനെ കണ്ടു ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരീഷിന്റെ വീടിനു താഴെ അയാളുടെ മരുമകൾ ഹർഷിത ശബ്ദമുണ്ടാക്കി. അച്ഛാ, പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, വേഗം താഴേക്ക് വരൂ, തണുത്തുപോകും. ഹർഷിത പറയുന്നത് കേട്ട് ഹരീഷ് ടെറസിൽ നിന്നും താഴെ വന്നു. പിന്നെയും അയാളുടെ നോട്ടം സതീഷിലേക്ക് പോയി. അയാൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഹരീഷ് ഒന്നും മിണ്ടാതെ താഴേക്ക് വന്നു. അച്ഛനിതെവിടെ പോയതാ? നോക്കൂ, പൊറോട്ട തണുത്തുപോയി. വേറെ എങ്ങുമല്ല മോളെ, ഞാൻ ടെറസിൽ പോയി വിശ്രമിക്കുകയായിരുന്നു. എന്ത് തണുപ്പാ? ഈ തണുപ്പത്ത് അച്ഛൻ മോളിൽ വിശ്രമിക്കാൻ പോയെന്നോ? അസുഖം വരും. ഇവിടെ ഇരുന്നോളൂ, ഞാൻ പൊറോട്ട എടുത്തോണ്ട് വരാം. കൂടെ തൈരും കൊണ്ടുവരട്ടെ? വേണ്ട, പൊറോട്ടയോടൊപ്പം കുറച്ച് ചായ താ. അതെന്നാ ചായ മാത്രം? അറിയില്ലേ, ഞങ്ങളുടെ അമ്മ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 2 പേരും, എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവരും പൊറോട്ടയോടൊപ്പം ചായയാ കുടിക്കാറ്. വൈകുന്നേരം ഹർഷിത തന്റെ ഭർത്താവ് ഹിമാൻഷുവിനോടൊപ്പം ഇരുന്നു. നോക്കൂ, ഇന്നെനിക്കെല്ലാം അറിയണം. എന്താ നിനക്ക് അറിയേണ്ടത്? ഈ അച്ഛനും ചെറിയച്ഛനും എന്താ പരസ്പരം ഒന്നും മിണ്ടാത്തത്? നമ്മളെന്താ അവരുടെ വീട്ടിലും അവർ നമ്മുടെ വീട്ടിലും വരാത്തത്? എനിക്കിതൊരു സംശയമായിരുന്നു. എന്നാൽ ഇന്നെനിക്കറിയണം അവർക്കിടയിൽ എന്തു പ്രശ്നമാണുള്ളതെന്ന്. എന്റെ പൊന്നെ, പതുക്കെ പറ, എല്ലാവരും കേൾക്കും. അന്ന് ഹിമാൻഷു ഹർഷിതയോട് എല്ലാം പറഞ്ഞു. എല്ലാ കഥയും കേട്ട് ഹർഷിതയും ദുഃഖത്തിലായി. അവൾ ചിന്തിക്കാൻ തുടങ്ങി, 2 കുടുംബത്തെയും എങ്ങനെ ഒന്നിപ്പിക്കാം. നോക്കൂ, നമുക്കിന്നൊരു പണിയുണ്ട്. എന്താ കാര്യം പറ. എനിക്കൊരു പഴയ അടുപ്പ് വേണമായിരുന്നു. എന്തിനാ ചിരിക്കുന്നേ? ഇപ്പോഴത്തെ ആൾക്കാർ കൊള്ളാം. അടുപ്പുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവ് വേണം, ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിൽ അവർക്ക് അടുപ്പ് വേണം. ഒരുപാട് കളിയാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു തന്നാ മതി. എന്റെ പൊന്നെ, ശരി. കടയിലെ ഏത് മൂലയ്ക്കാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും മൂലക്കിരിക്കട്ടെ, നമുക്കത് പോയെന്ന് അന്വേഷിക്കാം. പക്ഷെ നിനക്ക് എന്തിന്റെ ആവശ്യമാ ഈ അടുപ്പൊക്കെ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ചെറിയച്ഛനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ, 2 കുടുംബവും ഒന്നിക്കാൻ? പതുക്കെ പറ ഹർഷിതേ, അച്ഛൻ കേട്ടുകഴിഞ്ഞാൽ നിന്റെ കൂടെ എന്നെയും വഴക്ക് പറയും. നോക്ക്, എനിക്കറിയാവുന്നത്, നമ്മൾ അവരുടെ വീട്ടിലേക്കും പോകരുത്, അവരോട് സംസാരിക്കുകയും ചെയ്യരുത്. അത് ശരി, നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. ഞാൻ അവരുടെ വീട്ടിലും പോകില്ല, സംസാരിക്കുകയുമില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, ചെറിയച്ഛൻ തനിയെ തിരിച്ചു വരും. ഇംപോസിബിൾ. ഹിമാൻഷു പറയുന്നത് കേട്ട് ഹർഷിത ചിരിച്ചു. അടുത്ത ദിവസം അവളുടെ മുത്തശ്ശിയെപ്പോലെ തന്നെ സാരിയും സ്വെറ്ററും അവളും ധരിച്ചു. അതിനുശേഷം അവൾ ടെറസിൽ അടുപ്പ് കത്തിച്ച് ചൂട് പൊറോട്ടയുണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ ടെറസിലേക്ക് സതീഷ് വിശ്രമിക്കാൻ വന്നു. അവിടെ നല്ല മഞ്ഞുമുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ചായക്കപ്പും ഉണ്ടായിരുന്നു. എപ്പോൾ അയാളുടെ നോട്ടം ഹർഷിതയ്ക്ക് നേരെ പോയോ, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് താഴെ വീണു പൊട്ടി. ഹർഷിതയെ കണ്ടപ്പോൾ തന്റെ അമ്മയെ അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഹർഷിതയും കണ്ടു തന്റെ ചെറിയച്ഛൻ തന്നെ നോക്കുന്നത്. അവൾ അപ്പോൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി, എല്ലാവരും വേഗം വാ, നല്ല ചൂട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ചായയുടെ കൂടെ പൊറോട്ട കഴിക്കേ. നോക്ക്, എന്ത് നല്ല മണമാ വരുന്നത്. ആരാദ്യം വരുന്നോ അവർക്ക് കഴിക്കാം.
ഹർഷിതയുടെ ശബ്ദം കേട്ട് താഴെ നിന്ന ഹരീഷും ഞെട്ടി. അയാൾക്കൊന്നും മനസ്സിലായില്ല ഹർഷിത എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എന്നാൽ ഹിമാൻഷു ചിരിക്കുന്നുണ്ടായിരുന്നു. ഹിമാൻഷു തന്റെ അച്ഛനോട് ടെറസിലേക്ക് കയറാൻ പറഞ്ഞു. അവിടെ മറുവശത്ത് ഒരിക്കലും അവിടേക്ക് പോകാതിരുന്ന സതീഷും ഹർഷിതയുടെ അടുത്തേക്ക് മെല്ലെ നടന്നുപോയി. ഒരു പൊറോട്ട കിട്ടുമോ മോളെ? ഹാ ചെറിയച്ച, ഉറപ്പായും. പനീറിന്റെ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് ഇഷ്ടമല്ലേ? ഇത്രയും കേട്ട് സതീഷ് ഒരു പൊറോട്ട എടുത്ത് കഴിച്ചതും കരയാനായി തുടങ്ങി. ഇതെല്ലാം കണ്ട് പിന്നിൽ നിന്ന ഹരീഷ് ഞെട്ടിത്തരിച്ചു. അയാൾ സതീഷിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു പറഞ്ഞു, എങ്ങനെയുണ്ട് കുഞ്ഞ പനീറിന്റെ പൊറോട്ട? അപ്പോൾ സതീഷ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തന്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സിംഗർ കുടുംബത്തിലെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു കാലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോഴേക്കും വേലക്കാരി രമ അവർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കും. ഇന്നാ ജിയ മോളെ, ഇന്ന് രാവിലെ ഭക്ഷണത്തിന് നിനക്ക് ഇഷ്ടമുള്ള മേക്കറോണി ഉണ്ടാക്കിയിട്ടുണ്ട്. ചീസും ക്രീമും ഒക്കെ ഇട്ടതാണ്. പിന്നെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസും കുടിക്കണേ. ഓ താങ്ക് യു സോ മച്ച് അമ്മ. അമ്മ ബെസ്റ്റ് അമ്മയാണ്. ജോലിക്കാരി ആന്റിയെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിക്കും. അമ്മയ്ക്കറിയാമോ, സ്കൂളിൽ ചെന്ന് രാവിലെ ഞാൻ ഭക്ഷണത്തിന് എന്താ കഴിച്ചെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും കുശുമ്പാ. അവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ. ഇപ്പുറത്ത് സിംഗർ കുടുംബം വില കൂടിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട അനു ഉണക്ക റൊട്ടി ഉപ്പും കൂട്ടി കഴിക്കുന്നു. ജിയയുടെ വീട്ടിലെ വാതിൽ വഴി അനുവിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോ അനു അവിടെ ഉണക്ക റൊട്ടി ഉപ്പും കഴിക്കുന്നു. അത് കണ്ടവൾക്ക് ചിരി വരും. കാരണം പണക്കാരിയായതിന്റെ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ വീട് എപ്പോഴും ചെറുതാണ്. അടുക്കളയിൽ പാവപ്പെട്ട അമ്മ ആഹാരം ഉണ്ടാക്കുന്നു. അവളുടെ ഭർത്താവ് രമേശ് ജോലിക്കായി പുറത്തേക്ക് പോയിരുന്നു. അവളുടെ അമ്മ വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഉണക്ക റൊട്ടി ഉപ്പും കണ്ടിട്ട് അനു പറയും, അമ്മ എന്താ നമുക്കിന്ന് ഈ ഉണക്ക റൊട്ടി ഉപ്പും കഴിക്കേണ്ടി വരുന്നത്? അപ്പുറത്ത് ജിയയുടെ വീട്ടിൽ എന്ത് അടിപൊളി ആഹാരമാണ്. നമുക്കും അതുപോലത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. മോളെ, നമ്മുടെയിലുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷപ്പെടണം. ശരിയാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ തോന്നും. അച്ഛന് നല്ല ജോലി കിട്ടട്ടെ, നല്ല ഭക്ഷണം ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം മോളെ, കേട്ടോ? അമ്മ എപ്പോഴും ഇങ്ങനെ എന്നെ കള്ളം പറയുന്നേ. എനിക്ക് ഈ ഉണക്ക റൊട്ടി ഉപ്പൊന്നും ഇനി കഴിക്കണ്ട. ദേഷ്യം വന്നിട്ട് അനു ആഹാരം വിട്ടിട്ട് നേരെ സ്കൂളിലേക്ക് നടക്കും. അപ്പുറത്ത് ജിയയാണെങ്കിൽ ആഹാരം കഴിച്ച് അവളുടെ കാറ് സ്കൂളിലേക്ക് പോകും. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിലെ എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു കുട്ടി അനുവിനോട്, അനു, ഞാൻ കേട്ടത് നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഭക്ഷണത്തിന് ഉണക്കറൊട്ടി ഉപ്പുവാണെന്ന്. നിനക്ക് നല്ല ആഹാരം കിട്ടാൻ വഴിയില്ലല്ലേ? അനുവിനിത് കേട്ട് കരയാൻ വരും. ബാക്കി പിള്ളേരും ഇത് കേട്ട് ചിരിക്കും. ജിയയാണെങ്കിൽ അപ്പുറത്തിരുന്ന് അവളുടെ വീട്ടിലുണ്ടാക്കിയ സ്വാദിഷ്ടമായ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഹോ, ഞാൻ ഇന്ന് കഴിച്ചത് രാവിലെ നല്ല ടേസ്റ്റി മാക്രോണിയാ. അതിന്റെ കൂട്ടത്തിൽ ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്റെ വീട്ടിൽ എന്നും ഇതുപോലത്തെ നല്ല നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ആ, എന്റെ വീട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് ഈ പാവപ്പെട്ടവരെങ്ങനെയാ ഉണക്കറൊട്ടി ഉപ്പും ഒക്കെ രാവിലെ കഴിക്കുന്നത്. ക്ലാസ്സിൽ ടീച്ചർ വന്നു കഴിയുമ്പോ എല്ലാരും മിണ്ടാതെ ആവും. അവളെ എല്ലാവരും കളിയാക്കുന്നത് കേട്ട് അനുവിന് വല്ലാണ്ടായി. അവൾക്ക് നല്ല വിഷമമായി. അനു വിഷമത്തോടെ തിരിച്ചു വീട്ടിലെത്തും. അവളുടെ വാടിയ മുഖം കണ്ടിട്ട് മമത അവളോട് ചോദിക്കും, എന്തുപറ്റി മോളെ, നല്ല വിഷമിച്ചിരിക്കുകയാണല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അമ്മ, ആ ജിയുണ്ടല്ലോ, സ്കൂളിലെ എല്ലാ പിള്ളേരുടെ കൂട്ടത്തിൽ കൂടി ഞാൻ ഉണക്കറൊട്ടി തിന്നണം കളിയാക്കി. അമ്മയ്ക്കറിയാലോ ജിയ പണക്കാരിയാന്നുള്ള അഹങ്കാരം അവൾക്ക് നിന്നിട്ടുണ്ടെന്ന്. ഇപ്രാവശ്യം അവളുടെ വീട്ടിലുണ്ടാക്കിയ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് മമതയ്ക്ക് നല്ല വിഷമമായി. പക്ഷെ എന്തു തന്നെ ചെയ്യാനാ, അവള് വീണ്ടും വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി സമയമായി. പാവപ്പെട്ട വീട്ടുകാര് രാത്രിയാവുമ്പോ വീണ്ടും ചിന്തയിലാവും. എന്റെ ഭഗവാനെ, എന്തെങ്കിലും ഞങ്ങക്ക് നല്ല ആഹാരം തായോ. എത്ര നാളെന്നും പറഞ്ഞാ ഈ ഉണക്ക റൊട്ടി ഉപ്പും ഞങ്ങള് തിന്നുന്നത്. അനുമോളെ കളിയാക്കുക സ്കൂളില്. സത്യം പറയാമ്മ, അനുവിനെ കുറിച്ച് ഓർത്ത് വിഷമ എനിക്ക്. നമ്മളെ കൊണ്ട് അവക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. നീ എന്നോണ്ട് വിഷമിക്കണ്ട, എല്ലാ പാവങ്ങൾക്കും ഒരു നല്ല സമയം വരും. അടുത്ത ദിവസം രാവിലെ മമത കട്ടൻ ചായയും ഉണക്ക റൊട്ടിയും അനുവിന് കഴിക്കാൻ കൊടുക്കും. കട്ടൻ ചായ കണ്ടു കഴിയുമ്പോ അനുവിന് വീണ്ടും വിഷമമായി.
കട്ടൻ ചായയുടെ കൂടെ ഉണക്കറൊട്ടി കഴിക്കണ കണ്ട് ജിയ വീണ്ടും അവളെ കളിയാക്കും. ഓ, ഈ പാവപ്പെട്ടവരെങ്ങനെ ഭക്ഷണം കഴിക്കണേ? കട്ടൻ ചായയുടെ കൂടെ റൊട്ടി, ചിലപ്പോഴൊക്കെ ഉപ്പിന്റെ കൂടെ റൊട്ടി. എങ്ങനെ കഴിക്കുന്നു എന്തോ ഇങ്ങനെയൊക്കെ ഭക്ഷണം. നീ വിഷമിക്കണ്ട പൊന്നുമോളെ, നിനക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരത്തില്ല. കാരണം നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടില്ല. ശരി മോളെ, തണുക്കുന്നതിന് മുമ്പ് പോയി പിസ്സ തിന്ന്. അമ്മായിയമ്മയും മോളും പറഞ്ഞത് കേട്ട് അഞ്ജലി ആലോചിക്കും. ഷേ, ഇതെന്ത് ചിന്തയാണ്? പൈസ എല്ലാത്തിനും ഒരു വഴിയല്ലല്ലോ. ആർക്ക് എന്തു വേണേലും എപ്പോ വേണേലും സംഭവിക്കാലോ. അഞ്ജലി ചിന്തിച്ചത് ശരിയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ ബിസിനസ്സിൽ ഒരു തകർച്ച വരും. അങ്ങനെ അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടും വരാൻ തുടങ്ങി. അവര് ജോലിക്കാരെയും പിരിച്ചുവിടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേളീന്നങ്ങ് താഴെ വീണ അവസ്ഥയാണല്ലോ. അമ്മ, ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. അധികം അഹങ്കരിക്കുന്നത് നല്ലതല്ലാന്നേ അന്നേ പറഞ്ഞതാ. അമ്മ, അനുവിന്റെ വീട്ടിലെ പോലെ ഇനി നമ്മളും ഉണക്കറൊട്ടി കഴിക്കേണ്ടി വരുമോ? അനുവിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടം വരണു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായേ, ഒരു നാൾ നമുക്കും തിരിച്ചു കിട്ടുമല്ലേ. ഞാൻ അനുവിനെ കളിയാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. പണക്കാർക്കും പാവപ്പെട്ടവരെ പോലെ ജീവിക്കേണ്ട അവസ്ഥ വന്നു. ഒരു സമയത്ത് ആർഭാടമായ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോതാ ഉണക്കറൊട്ടിയും കറിയും കഴിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ ജിയെ സ്കൂളിൽ വിഷമത്തിലിരിക്കും. ജിയയുടെ കൂട്ടുകാർക്ക് ഇവളെക്കുറിച്ച് ഈ കാര്യം മനസ്സിലായപ്പോ ജിയയുടെ കൂട്ട് എല്ലാരും വിടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം ബാങ്കുകാര് കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാത്തോണ്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിൽ നിന്നും അവരെ പുറത്താക്കും. അങ്ങനെ അവർ അനുവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കുടില് കെട്ടി താമസിക്കും. ഇപ്പൊ അവർക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ലായിരുന്നു. മമത അവർക്ക് വേണ്ടി കുറച്ച് ഉണക്കറൊട്ടിയും അച്ചാറും കഴിക്കാൻ കൊടുക്കും. നിങ്ങളെക്കുറിച്ച് ഇപ്പോഴാ അറിഞ്ഞത്. വളരെ വിഷമമുണ്ട്. ഇത് കുറച്ച് ഉണക്കറൊട്ടിയാണ്. ഇന്നലെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ. ഒരുപാട് നന്ദിയുണ്ട്. റിയ ചെയ്ത തെറ്റ് റിയയ്ക്ക് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് ജിയ സ്കൂളിൽ വരുമ്പോ അനുവിന്റെ അടുത്ത് പോയിട്ട് ക്ഷമ പറയും. അനു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നീ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് പോലും പറഞ്ഞു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ജീവിതം എന്ത് കഠിനമാണെന്ന്. അത് കുഴപ്പമില്ല ജിയ. അതേ, ഞാനിന്ന് ബ്രെഡ് പക്കോട കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെന്താന്നറിയോ? അച്ഛനൊരു കടയിൽ ജോലി കിട്ടിയേ. നീ എന്റെ കൂടെ കഴിക്കുന്നോ? ആ, കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. കുറെ ദിവസത്തിന് ശേഷമാ ഞാൻ ബ്രെഡ് പക്കോട കഴിക്കുന്നേ. ആ, അമ്മ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അച്ഛന് നല്ല ജോലി കിട്ടുമ്പോ നല്ല ആഹാരം തരാന്ന്. അപ്പുറത്ത് മമതയും അഞ്ജലിയുടെ വീട്ടുകാർക്ക് ബ്രെഡ് പക്കോട കൊണ്ടേ കൊടുക്കും. അങ്ങനെ 2 കുടുംബവും നല്ല രീതിയിൽ ഒരുമിച്ചാകും. 2 കുടുംബവും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഒരുമിച്ച് നിൽക്കും. ഈ പൈസയും പൈസയില്ലാത്ത അവസ്ഥ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അതിനൊക്കെ മനസ്സാണ് വേണ്ടത്. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. Thanks for watching.